അപ്പുക്കുട്ടനെ തന്നെ വിളിക്കാം. അപ്പുക്കുട്ടൻ വാടാ. അപ്പുക്കുട്ടനെ എനിക്കറിയാം. അപ്പുക്കുട്ടന്റെ ലുക്ക് എനിക്ക് മനസ്സിലായി, രജിസ്റ്റർ ആയ മനസ്സിൽ. പറഞ്ഞല്ലോ ഗ്യാങ് ഹൗസ് മീറ്റിംഗ് ഏരിയ വലുതാക്കണം അല്ലേ? അതെ അതെ അതെ. ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഹലോ 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 ഹായ് ഗൈസ്, ഞാൻ അപ്പുക്കുട്ടൻ. സ്ട്രീം എന്നിട്ട് എന്ത് പറയണോ? എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, എവിടെ വന്നു, ആരാണ് നീ, എവിടെയാണ്, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, കുടുംബ പേര് എല്ലാം എന്നെ എടുത്ത് വളർത്തിയതെല്ലാം ആശാനാണ്. ഏതാശാൻ? ആശാനിവിടെ ഗാങ്ങിലൊന്നുമില്ല, ആള് സിറ്റീസനായിട്ട് കളിക്കുന്ന ഒരാളായിരുന്നു. ആശാനാണ് എന്നെ എടുത്ത് വളർത്തിയത്. അല്ല, എടുത്തു വളർത്തിയത് അറിയില്ലല്ലോ. ചെറുതായിട്ട്. ആശാനോട് അന്വേഷണം പറയണം. അയ്യോ അണ്ണാ, മാറിപ്പോയല്ലോ. ഒളിച്ച് തന്നെ എന്നെ കുണ്ടനാക്കിയല്ലോ. ആശാനോട് എന്തായാലും അന്വേഷണം പറയണം കേട്ടാ. പറഞ്ഞേക്കാം. ഞാൻ ആശാന്റെ വലിയ ഫാനാണ്. നമ്മള് വിചാരിക്കണ ആശാൻ വലിയ ആളാണ്, മനസ്സിലായ. എന്നിട്ട് ഞാൻ ചെറുതായിട്ട് നമ്മളെ OG DC കുടുംബത്തിലുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാനും KVL ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ ഞാൻ പിന്നെ വേറെന്താ പറയാനുള്ള? നിന്റെ സൈഡിൽ നിന്ന് നമുക്ക് എന്താണ് TVക്ക് വേണ്ടി നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? എല്ലാം പ്രതീക്ഷിക്കാം. ഓൾറൗണ്ടറാ എല്ലാന്ന് പറഞ്ഞ ഞാൻ ചെറുതായിട്ട് സിനിമ പിടിക്കും. പറയട്ടെ, ഇടയ്ക്ക് സംസാരിക്കാടാ നീക്കൊക്കെ. പറയടാ. ഞാൻ ചെറുതായിട്ട് സിനിമ പിടിക്കും, ചെറുതായിട്ട് വെടിവെക്കും. പിന്നെ ഇവിടെ ടിവിക്കകത്തൊരു സ്ട്രിക്റ്റ് റൂളുണ്ട്. അതായത് ഇവിടെ വരുന്നവർക്ക് പെണ്ണും ഇതൊന്നും പാടില്ല, മനസ്സിലായോ? അതെ, ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സ് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആർക്കും ഗേൾ ഫ്രണ്ട്സ് ഇല്ല, ഇതൊന്നുമില്ല, റിലേഷൻഷിപ്സ് ഇല്ല, ഒന്നുമില്ല. നമ്മളങ്ങനെ പെമ്പിള്ളാരൊന്നും പഠിപ്പിക്കത്തില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തന്മാരെ നോക്കിയാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും, മനസ്സിലായോ? പെണ്ണുണ്ടായി പുറത്താണ്. അതെ, അപ്പൊ അത് സ്ട്രിക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. നോ ഗേൾസ്. ഓക്കെ, അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം. പിള്ളേര് പാടുന്നില്ല, പെണ്ണില്ലെന്ന് പറഞ്ഞപ്പോ സാവേജ് ജങ്കൂക്കിന്റെ അങ്ങനെ ഒരു പ്രക്രിയ കൂടെ ഇവിടെ നടന്നു വരുന്നുണ്ട്, മനസ്സിലായോ? ചന്ദ്ര ചോദിക്കണ്ടോ? വേറെന്താ ഉദ്ദേശിച്ചിരിക്കാനായിട്ടാ ചന്ദ്ര പോയി. അപ്പാ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ചോദിക്കണ്ടോ? വേണോ? ഫ്രണ്ടിലോട്ടോ നമുക്ക് കേൾക്കത്തില്ല. അപ്പൊ ഫ്രണ്ടിലോട്ടോ. ഹലോ 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 ജോയര് ഞാൻ ചോദിക്കാനാ. ചന്ദ്ര ചോദിക്കും എന്തേലും. ചെറിയ ചന്ദ്ര. ശരി, ഞാൻ ഇല്ല, എന്റെ ചോദിക്കും. അപ്പവൻ ചോദിക്കും. ചന്ദ്ര ചോദിക്കും. ഹായ് ഹലോ തരുവോ? നോ പറഞ്ഞു. ഓക്കെ അണ്ണന്റെ ചോദ്യം തീർന്നു. ചന്ദ്രനോട് ആരൊക്കെ അന്ന് കേക്കട്ടെ. ഞാൻ ചോദിക്കണോ? ശരി അപ്പുക്കുട്ടാ, നിനക്ക് 2 ഉത്തരങ്ങൾ പറയാം. ഓക്കെ, അതിന് നീ പ്രോപ്പർ ആയിട്ടുള്ള കാരണങ്ങളും പറയണം. എന്തുകൊണ്ടാ ഉത്തരങ്ങൾ ചൂസ് ചെയ്തെന്നുള്ള കാരണങ്ങൾ. 1, ഈ ഗ്യാങ്ങിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തി ആര്? രണ്ടാമത്തെ ചോദ്യം, ഈ ഗ്യാങ്ങിൽ ഇഷ്ടമില്ല എന്നല്ല പറയുന്നത്, നിനക്ക് പ്രശ്നം ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആര്? ഇപ്പൊ വലിയ താല്പര്യമില്ല അല്ലേ അങ്ങനത്തെ? അങ്ങനെ
ഇതാണ് നിനക്കുള്ള ചോദ്യം. ഉത്തരം പറയും. ഇത് വരുന്ന ദിവസം തന്നെ ടീമിലുള്ളവരുമായിട്ട് അടിയാവുള്ള പരിപാടിയാണ് കേട്ടോ. രണ്ടും കൂടിയിട്ട് മൈൽസ് എന്ന് പറയേണ്ടി വരും. ഞങ്ങൾ ചെറിയൊരു സൗന്ദര്യ പഴക്കത്തില് രണ്ടിനും ഒരേ ഉത്തരം പറ്റത്തില്ല. അത് പറ്റത്തില്ല. വേറെ ഇല്ല. എനിക്ക് ഇവിടെ ആരായിട്ട് എനിക്ക് പ്രശ്നങ്ങളില്ല. വാസവനെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാസവനായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചത്. അതും പറഞ്ഞില്ല. ഞാനും പ്രതീക്ഷിച്ചതായിരുന്നു. ഞാൻ ഇത്രയൊക്കെ സിനിമാറ്റിക്സ് ഒക്കെ ചെയ്യാൻ കൊടുത്തതേ. ഒരു വാക്ക് നിനക്ക് പറയാറുണ്ട്. അപ്പൊ കൂട്ടാ വാസവനെ ഇഷ്ടമാണെങ്കിലും നിനക്ക് പറയാറുണ്ട് കേട്ടോ. ഐ ലവ് യു. നാളത്തേക്ക് വീഡിയോ കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ വേറെ ആൾക്ക് കൊടുത്തില്ല. ജൂടെ വാ തട്ടിക്കളഞ്ഞോ. ജൂടെ വാ. തുടങ്ങിക്കോ. എന്താണ് പറയണ്ടേ? എന്താ ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. എന്റെ പേര് ജൂഡ്. ഞാൻ ആദ്യം വന്നത് അന്തേരിന്ന്, പിന്നെ ബെല്ലാരി. അതൊക്കെ തന്നെ. വേറെ എന്ത് പറയാൻ? ഇങ്ങനെയാണോ ഒരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ഇല്ലടാ നിനക്ക്? ആരാ അപ്പുക്കുട്ടന് ഈ ഗ്യാങ് നീ ഇങ്ങനെ നടന്നോ? നീ പോയി ചോദിക്കേ. ഇവനുണ്ടായിരുന്നു ഇവിടെ സാധനം തന്നെ. അപ്പുക്കുട്ടനായിട്ട് പോയി. എന്തിനാ ഇറങ്ങിപ്പോയി? ഒരു മിനിറ്റ്, ഇവിടെ തന്നെ ഇരിക്കണ അവിടെ എന്താ പാപ്പാ? ഒന്നുമില്ല വാ. പാട്ട് കേട്ടാ നേരത്തെ നീ അയച്ചത് അമ്പത്തൂര് അറിയാതെ വെടി പൊട്ടി കഴിഞ്ഞാൽ താഴെ ഇരിക്കണതിന്റെ പലതും പോകും കേട്ടോ. തുടങ്ങിക്കോ. ആരാധനായിരുന്നു ഞാൻ. പിന്നെ ഇങ്ങനെ സിറ്റി തെണ്ടിത്തിരിനൊക്കെ നടന്നപ്പോഴാണ് കുറച്ച് ആൾക്കാരെ കണ്ട് പരിചയപ്പെട്ട് ഇങ്ങനെ ലെക്സിനൊക്കെ ഇവനൊക്കെ ആണ് ആദ്യം കണ്ട്. ലെക്സിനെ അപ്പൊ തന്നെ പോയില്ലേ? മുമ്പില്ലേ? ജീവിതം പോയില്ലേ? അത് കഴിഞ്ഞാണ് പിന്നെ അന്തേരി കയറി. അങ്ങനെ അവിടുന്ന് സെറ്റായി. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ എല്ലാം സെറ്റാക്കി രായണ്ണനും ഇവരൊക്കെ തന്നെയാണ്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ സംസാരിക്കാറുള്ളതാ. വെടിവെക്കാൻ മാത്രമേ അറിയുള്ളൂ നിനക്ക്? അതെ. ഞാനും അങ്ങനെ കേറിയതാണ്. എന്താ ആരാ അങ്ങനെ കേറിയത്? ഞാൻ എടാ നിനക്ക് നിന്നെ ടിവിയില് റിക്രൂട്ട് ചെയ്തതിന് ശേഷം മൊത്തത്തില് ഒരു 5 കിലോ ഉണ്ടാവും നിനക്ക് ഈ 1.5-2 വർഷമായിട്ട്. മൊത്തത്തില് എല്ലാ വാറും എടുത്താൽ പോലും ഒരു 5 കിലോ ഉണ്ടാവും നിനക്ക് ഈ 2.5 വർഷം നീ ടി വിക്കകത്ത് കളിച്ചതില്. നിന്നെ വെടിവെക്കാൻ എടുത്തതാണെന്ന് ഞാനിപ്പോ ഒരിടത്തും പറയൂല. അണ്ണാ ഞാൻ ക്ലിപ്പ് കാണിക്കാത്ത ആൾക്കാർ കണ്ണ് വിടുമെന്ന് ആലോചിച്ചിട്ടില്ലേ? പറയണില്ല. ഉണ്ടച്ചിമാരൊക്കെ പറഞ്ഞു വിട്ടിട്ട് വേറെ നല്ല പിള്ളേരെ എടുക്കണം. അപ്പൊ ഇവനോട് ചോദിക്കാൻ എന്തേലും. അപ്പാപ്പന്റെ ക്വസ്റ്റ്യൻ. ജൂഡിനോടുള്ള ചോദ്യം അല്ലേ? അതെ. ജൂടെ, നിനക്ക് വാസുമോനിൽ ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ, ഇഷ്ടപ്പെടാത്ത 3 കാര്യങ്ങൾ. ഇഷ്ടപ്പെട്ട വാസന്റെ ഒരു ലീഡർഷിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അണ്ണന്റെ സ്നേഹവും ഇതൊക്കെ. അണ്ണന്റെ മെമ്പേഴ്സിനോടുള്ള ഒരു പെരുമാറ്റം എല്ലാം അതെല്ലാം കൊണ്ട് അവനെ കോലീഡറാക്കി. ബാക്കി ഇഷ്ടമല്ലാത്ത പറ. അതിനല്ലേ നമ്മളിങ്ങനെ ഇക്കത്ത് കാണികള് കൂടെ ഉള്ളവരെ എങ്ങനെ ഒപ്പിച്ച് നിൽക്കുക. അതാണ് വാസവൻ കാണിക്കുന്നത്. അങ്ങനെയല്ല, അങ്ങനെ പിന്നെ എന്തെങ്കിലൊക്കെ നീ എന്നെ സുഹൃത്തുക്കൾ അവിടെ വരെ കൊണ്ടുവന്നിട്ട് നീ എന്നെ ഓർമ്മിച്ച് കളഞ്ഞല്ലടാ. നിങ്ങളെ കൊണ്ടുപോകണം പറയാതിരിക്കാൻ
മനസ്സിൽ ഇപ്പൊ വെളി വന്നില്ലേ? ഇതാകുമ്പോ ഇറക്കി വിടാം. ആദ്യമായിട്ടാണ് ഗ്യാങ് കയറിയിട്ട് അന്ന് തന്നെ പുറത്താവുന്ന ആദ്യമായിട്ടാ എന്റെ കരിയറിൽ ആദ്യമായിട്ട് ഗ്യാങ് കയറിയ ദിവസം തന്നെ പുറത്തായി. മനസ്സിലായില്ലത്. അതെന്ത് അല്ലല്ലോ കേട്ടില്ല. കേട്ടില്ലെന്ന് അങ്ങനെ എന്തോ അത് അല്ലാന്ന് മനസ്സിലായില്ല. ലൈൻ കട്ട് പറ, കട്ട് ചെയ്ത് പറ, കട്ട് ചെയ്ത് പറ. ചേർത്താണ് വായിച്ചത്. അച്ഛൻ കേട്ടതിന്റെ കുഴപ്പമാണ്. അതിനെ കുറിച്ച് നെഗറ്റീവ് ഒന്നും ഇല്ല. ഓ, അത് ചേർത്ത് വായിച്ചതാണ് ഞാനല്ലേ? ഞാൻ അങ്ങനല്ലല്ലോ അങ്ങനല്ല കേട്ടത്. കുഴപ്പമില്ല. നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇല്ല, നെഗറ്റീവ് ഇല്ല, അതാണ് ഉദ്ദേശിച്ചത്. റീലാണല്ലേ വെളിയിൽ നിന്ന് കാണുന്നോണ്ടാണ് നെഗറ്റീവ് ഇല്ലാത്തത്. കുറച്ചു നാൾ കഴിയുമ്പോ ഇപ്പതാ ഈ ഇവരോടൊക്കെ ചോദിച്ചാൽ നെഗറ്റീവ് ഒക്കെ പറഞ്ഞു തരും. ഈ കെവിനോടൊക്കെ ചോദിച്ചാൽ കെവിൻ എന്റെ 2 നെഗറ്റീവ് പറഞ്ഞേടാ. അണ്ണൻ ഉറക്കുമ്പം കൂർക്കം വലിക്കും. കൂടെ കിടന്നുറങ്ങാൻ ഉറങ്ങാൻ പറ്റൂല. പിന്നെ എന്ത് നെഗറ്റീവ് ആണ്? ഇനി ഒരു നെഗറ്റീവ് കൂടെ പറഞ്ഞ എന്നെ കൊണ്ട് അങ്ങനെ പറയാം. പിന്നെ നെഗറ്റീവ് അയ്യോ എനിക്ക് AFK കിട്ടി ഒരു സെക്കൻഡ്. അണ്ണൊരു ബാറ്റ്മാൻ ഇപ്പൊ വന്നത്. പിന്നെ കൂടെ രാത്രി ഉറക്കമില്ല. മതി 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 മതി. നീ പോയിരുന്നു. ഇനി ഇനി മെസ് ബോയ് വാ, മെസ് ബോയ് വാ, മെസ് ബോയ്. ഇനി ഇവന്റെ വായിന്ന് ഞാൻ എന്തൊക്കെ അവരാധം കേക്കണം. അപ്പൊ കുണ്ണച്ചോദ്യം ചോദിക്കല്ലേ അപ്പാ? ഞാൻ ഇപ്പഴേ പറയട്ടാ. അല്ല അതിന് ഇൻട്രൊഡ്യൂസ് എന്റെ പേര് മെസ്ബോയ് ഗോപു. കുറച്ചധികം ഗ്യാങ്സ് ഞാൻ കളിച്ചിട്ടുണ്ട്. എല്ലാ ഗ്യാങ്ങിന്റെ പേരും എല്ലാം പറയണം. ഞാൻ പറഞ്ഞുതരാം. ബിആർഇല്ലായിരുന്നാടാ നീ? ഉണ്ടായിരുന്നു. ലിസ്റ്റ് തുടങ്ങട്ടെ. എന്താ അതിന്റെ CID പ്രിൻസസിന്റെ കയ്യിലാണ് പോയി വീണത്. പഞ്ചായത്ത് എല്ലാ ഗാംഗിലും കേറി എല്ലാ ഗാംഗില് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു. ഞാൻ ഇവരെ പറഞ്ഞാണ് അടുത്ത കേസാവല്ലേ? കേസായി എടുത്ത പിന്നെ PLD കളിച്ചു, ARK കളിച്ചു. പിന്നെ ഇവിടുന്ന് സാമ്രാജ്യത്തിൽ കയറി. R34 മറന്നോടാ. അപ്പൊ കെവിൻ ഇവനാണ് ലീഡർ. എനിക്കറിഞ്ഞൂടാ. ഏതോരുത്തരുണ്ടായിരുന്നതൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. കെവിൻ ലീഡർ ആയ സമയത്ത് R34 വേറെ മെമ്പേഴ്സ് ഇല്ലായിരുന്നു. അതാണ് സത്യം. മനസ്സിലായ? ഇവ മാത്രമേ ഉള്ളൂ ലീഡറായിട്ട്. ഇവ മാത്രം ഗ്യാങ് ക്ലോസ് ചെയ്യാൻ വെച്ചിരുന്ന സമയത്താണ് ഇവ ലീഡർ ആയത്, ലാസ്റ്റ് മെമ്പർ. അല്ലാതെ ഇവൻ ലീഡറായിട്ട് പിന്നെ ഫ്രം സ്ക്രാച്ച് ഡേ 1. ഓക്കെ പറയടാ, ബാക്കി പറ. പിന്നെ ഇടയ്ക്ക് DRI കളിച്ചു, റെഡക്സ് കളിച്ചു. അപ്പൊ നീ കളിക്കാത്ത ഗ്യാങ് അത് കഴിഞ്ഞിട്ട് TJ കളിച്ചു. TJയില് പറയാതെ വെച്ചേക്കുന്നത് ലാസ്റ്റ് പറയാന്ന്. TJ-യിലുണ്ടായിരുന്നല്ലേ? അതെ അതെ. റിക്രൂട്ട്മെന്റ് സമയത്ത് എന്നോട് ഇതൊന്നും അധികം പറഞ്ഞില്ലായിരുന്നു. ഇത് എങ്ങനെ റിട്ടേൺ ഉണ്ടോ ആൾക്ക്? റിട്ടേൺ പോളിസി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പറ വേറൊന്നുമില്ല. അപ്പൊ തുടങ്ങിക്കോ. അപ്പാപ്പന്റെ ചോദ്യത്തിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംസാരിക്കണം. അപ്പൊ പിന്നല്ലാതെ സാവേജ് ജാസ്മിൻ കിക്ക് ഫ്രം എന്താ പേരെന്താ? മെസ്ബോയ് ഗോകു. മെസ്ബോയ് ഗോക്കു. നിനക്ക് എന്താ TV കയറണം ഇത്ര ആഗ്രഹം? എന്തായിരുന്നു നിനക്ക്?
ആഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ കേട്ടോ അതോടെ കേട്ടോ ഞാൻ മിണ്ടുപോലുമില്ല, എനിക്ക് ആവശ്യത്തിന് കിട്ടിയതാ. പിന്നെ ഇവരൊക്കെ നല്ല വിളിയായിരിക്കും കേട്ടോ, നമുക്ക് അറിഞ്ഞുവിടാത്തോണ്ടല്ലേ ഇവരൊക്കെ ഓപ്പോസിറ്റ് നല്ല കിണ്ണ. എന്നോട് അമ്പത്തൂരിനെ വിളിച്ചിട്ടില്ല അണ്ണാ. നമ്മളെവിടെ നിർത്തി എന്തായിരുന്നു ടി വി കാരനെന്നുള്ള വെച്ചാ ഇവിടെ മാഡി ചുക്കുരു മൂവിയൊക്കെ ഉള്ളതുകൊണ്ട് അവരുള്ളതുകൊണ്ട് മാത്രമാണ് അല്ല പിന്നെ SMG ബോയ്സ് ഉള്ളതുകൊണ്ട് മാത്രം. അല്ലല്ല ചോദിക്കട്ടെ നിന്നോട്, ഒരു കാരണവശാൽ ഇവർക്കൊക്കെ ഗാങ്ങിൽ ഇറങ്ങേണ്ടി വരുന്നു. നീ അല്ല അങ്ങനെ പറഞ്ഞ ഒരു കാരണവശാൽ ഫ്യൂച്ചറിസ്റ്റിക് ആയതാ അപ്പാപ്പ. എക്സാമ്പിൾ പറയാം, നാളെ സാവേജിന്റെ ഹാക്ക് പൊക്കി, സാവേജിന്റെ ഹാക്ക് പൊക്കിയിരിക്കുന്ന സമയത്ത് വേണ്ടി മാഡി വരുന്നു. മാഡിയുടെ പീസ് ചെക്ക് ചെയ്തപ്പോ അവന്റെ ആ പീസിലെ ഐറ്റം ഇവര് രണ്ടുപേരെ പൊക്കി ഇവിടുന്ന് ഞാൻ മറ്റേ പിടിച്ചിട്ട് പറഞ്ഞു വിടുക. അങ്ങനെയാണെങ്കിൽ നിന്റെ രണ്ട് ബെസ്റ്റ് സുഹൃത്തുക്കൾ ഇവിടുന്ന് പോയെന്നുള്ള രീതിയിൽ നീ എന്ത് ചെയ്യും? നാളെ ടിവിയൊക്കെ നല്ലൊരു ഗ്യാങ്ങിൽ നിന്ന് ഈ സാവേജിനും മാഡിക്കും ഒക്കെ ഒരു ഇൻവിറ്റേഷൻ വന്ന് അവര് പോവാ എന്ന് വിചാരിച്ചോ? അപ്പൊ നിന്റെ റെസ്പോൺസ് എന്തായിരിക്കും? ടിവിയൊക്കെ നല്ല ഗ്യാങ് ഇല്ലല്ലോ. ഇനി ഒരു നെഗറ്റീവ് പറ. ഒന്ന് ചോദിച്ചത് അവന് ഇതാക്കല്ലേ ഇതായിരുന്നു എന്റെ അഭിപ്രായം. എന്ത് ഞാൻ സമ്മതിക്കത്തില്ല. SMG ലീഗിലല്ലായിരുന്നു. SMG ആയിരുന്നപ്പോ അണ്ണനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ള പറ മണിമണി. നീ എന്നെ എന്തൊക്കെ അവരായിച്ചിട്ടുണ്ടെന്ന് പറയണം. നിന്റെ അടുത്തല്ല ഇവരുടെ ഈ കെവിന്റെ അടുത്ത് പറഞ്ഞതാണ് ഞാൻ. അണ്ണനെ ഞാൻ മോനേന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പുണ്ടച്ചി മോനെന്ന് അല്ലേ? മോശം നെഗറ്റീവ് പറഞ്ഞില്ല. നെഗറ്റീവ് അവരോട് ചോദിച്ചില്ല നമ്മളൊന്നും. 52 ചോദിക്കണ്ടോ? ചോദിക്കണം. 52 നിന്റെ ഒരു അമ്പത്തൂരിന് ചോദിക്കാണ്ട് അമ്പത്തൂരിന്റെ റീലിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട്. കമന്റ് ഒക്കെ ഇട്ടു കുടിത്തറിയൊക്കെ വിളിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയില് സത്യം കണ്ണൻ സ്രാങ്ക് മടൽ വിട്ട് അടിച്ചില്ലടാ. അപ്പൊ നമ്മൾ ഇത്ര പേരല്ലേ എടുത്തുള്ളൂ ഇന്ന്, വേറെ അയ്യോ അല്ല ജപ്പാൻ 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 വരൂ. അപ്പൊ ഇതിലൊരു ദാക്ഷിണ്യം വേണ്ടേ? ഒരു ദാക്ഷിണ്യം വേണ്ട. ഒരു ദാക്ഷിണ്യം വേണ്ട. അപ്പൊ അങ്ങനെ പറയരുത്. ഒരു ദാക്ഷിണ്യം വേണ്ട. ചോദിക്ക്. ഒന്നുമില്ലെങ്കിലും എന്റെ അച്ഛന്റെ പ്രായമുള്ള മനുഷ്യല്ലേ, ഞാൻ ബഹുമാനിക്കണ്ടേ? ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. എന്റെ പേര് കിലു ആണ്, ബട്ട് എല്ലാരും കോച്ച് വിളിക്കും. ഓക്കെ. പിന്നെ മുൻപ് OG DC-യില് ഉണ്ടായിരുന്നത്. നിങ്ങള് അണ്ണാ ഞാൻ പറഞ്ഞില്ലേ അണ്ണാ, പണ്ട് സിറ്റി കളിക്കുന്നുണ്ടായിരുന്നു. മുരുകൻ എന്തായിരുന്നു പേര്? കോച്ച് പഴയ പേരെന്താ? ജപ്പാൻ മുരുകൻ. പിന്നെ മുൻപ് അവിടെ ഇരുന്ന് എന്നോட ഫസ്റ്റ് ടീം യാരുன்னு பார்த்தா മൈൽസ് ആണ്. ഫസ്റ്റ് കുറച്ചൊരു ഫ്രണ്ടിലോട്ട് കേൾക്കുന്നില്ല. മൈൽസ് ആണ് ഫസ്റ്റ് ടീമേറ്റ് ഈ ആർപില. DC മൈൽസ് അല്ലേ? DC മൈൽസ് ആണ്. இப்ப இத்தனை டீமேட்ஸ் இருக்கும்போது ஒரு கவலை இல்ல. என்னால முடிஞ்சது கன்ஃபார்மா செஞ்சு கொடுப்பேன். அண்ட் ஐ எம் வெல் நோன் ஃபார் ஷூட்டிங். அது எல்லாருக்கும் അറിയാം. ഈ ഗെയിം കുറച്ച് നാള
എന്താ കേട്ടില്ല? കോച്ച് പോയി, കോച്ച് പോയി. ഹലോ, ഇപ്പൊ കേക്കാം. ഈ ഗെയിം കുറച്ച് നാളില് മാസ്റ്റർ ചെയ്യാം, പിന്നെ എല്ലാ തലയും തൂക്കാം, അത്രേ ഉള്ളൂ. ഇവിടെ കുറച്ച് പേര് പറഞ്ഞു കോച്ച് ഇവിടെ ഒട്ടും ആക്റ്റീവ് ആയിരിക്കൂല, ഒരു അനന്തർ അമ്മുക്കുട്ടി ആയിരിക്കും അല്ലെങ്കിൽ വില്ലൻ ആയിരിക്കും എന്നാണ് ഇവിടെ കുറെ പേര് പറഞ്ഞത്. സോ അവരോടൊക്കെ എന്താ കോച്ചിന് പറയാനുള്ളത്? ഗ്രൈൻഡിന് എന്താ ഞാൻ കാണിக்கிறேன் ഇനിമേൽ. ഞാനും കാണിക്കും. പിന്നല്ല ക്വസ്റ്റ്യൻ தொடங்கட்டே. ஓகே கோச், പറ, சொல்லுங்க. முதல்ல நான் உங்ககிட்ட மன்னிப்பு கேட்டுக்கிறேன். இதுக்கப்புறமா நான் பேச போறதெல்லாம் உங்களுக்கு கொஞ்சம் கஷ்டமா தான் இருக்கும். തമിഴല്ലേ? இல்ல 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 ஒண்ணும் இல்ல. ஓகே சரி கோச், அப்ப நான் முதல் கேள்வி கேக்குறேன். ஓகே, ஃபர்ஸ்ட் திங், ஓகே, நீங்க சொன்னா நீங்க வந்து உங்க 100% கொடுப்பீங்கன்னு சொல்லுவீங்கல்ல. சரி, நீங்க இந்த 100%னா என்ன சொல்றீங்க? எது கொடுப்பீங்க 100%? இந்த பிரதர்ஹுட்ட காப்பாத்துறதுக்கு என்னால பண்ண முடிஞ்சதெல்லாம் பண்ணும். பிரதர்ஹுட்ட காப்பாத்துக்க உங்களால என்ன பண்ண முடியும்? தமிழில் வரை உங்களை காப்பாதுக்கு யாரு? ഈ ഗെയിമിൽ என்ன பண்ண முடியுமோ அதெல்லாம் பண்ணும். என்ன பண்ண முடியும் பண்ணுமா? சரி, ஒரு நாளைக்கு 2 மணி நேரம் மட்டும் தான் தூங்க முடியும். சரி, ஒரு நாளைக்கு 2 மணி நேரம் மட்டும் தான் தூங்க முடியும். அந்த மாதிரி ஒரு வீக் கண்டினியூஸா பண்ணணும். உங்களால பண்ண முடியுமா? மனுஷன் வாழணும்ல, 6 மணி நேரம் தூக்கம் வேணும். പറ്റത്തില്ല കേട്ടോ. എന്ത് വേണേലും ചെയ്യാൻ പുള്ളി പറഞ്ഞു. പക്ഷെ ഇപ്പൊ 6 മണിക്കൂർ ഉറങ്ങണമെന്ന്. ஃபர்ஸ்ட் நான் தான் இருப்பேன். സേഫ് സോൺ മുടിഞ്ഞதுக்கு അപ്പുറമാ ഫസ്റ്റ് ഏറുന്നത് നാണതാ இருக்கும் பாரு. അത്രേ ഉള്ളൂ, ഞാനും കൂടെ കാണും. பாக்குறேன்டா. சரி கோச், இப்ப நீங்க சரி, இந்த கேமை பத்தி உங்களுக்கு தெரியாது. நீங்க முதல் தடவை தான் இந்த கேமுக்குள்ளே வரீங்கல்ல. எஸ். சரி, உங்களால இம்ப்ரூவ் பண்ண முடிஞ்சது என்ன பண்ண முடியுங்க நீங்க உங்க எய்ம் இம்ப்ரூவ் பண்றதுக்காக? DM കളിക്കും. சரி, DM കളിக்கும், പിന്നെ നോക്കി പാക്കും ലൈക്ക് என்னலாம் பண்ண முடியும். இன்னைக்கு தானே ஃபர்ஸ்ட் டே. சரி, இப்ப நாங்க இப்போ இங்க வாசமன் என்ன எக்ஸ்பெக்ட் பண்றீங்கன்னா, நீங்க உங்க ஸ்ட்ராட்டஜிஸ், உங்க எக்ஸ்பீரியன்ஸ் எங்களுக்கு அதுதான் தேவை. அதுல உங்களுக்கு எவ்வளவு கொடுக்க முடியும் எங்களுக்கு? ஒரு 2 கேங் வார் அப்சர்வ் பண்ணால் போதும், அത്ര 2 or 3 മാക്സ്. എന്റെ പണി പോവോ വാസവനെ? അപ്പാപ്പന്റെ കഞ്ചിലെ മാറ്റാണ് കേട്ടോ ഇത്. ഇല്ല, നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. பண்ணக்கூடாது. முதல்ல அந்த சைடுக்கே நீங்க போக கூடாது. പുള്ളിക്ക് ഹെലികോപ്റ്റർ അത് ശരിയാണ്. പുള്ളിക്ക് ഹെലി പിടിക്കാനും പറഞ്ഞൂടാ, പുള്ളിക്ക് സ്ഥലങ്ങളൊന്നും പറഞ്ഞൂടാ. ഇനി എല്ലാം പഠിപ്പിക്കണം. 3 മാസം കഴിയുമ്പോ പഠിക്കുന്ന ഒരു ട്രൂ ലീഡർ എല്ലാം പഠിച്ചു കഴിയുമ്പോ എന്ത് ചെയ്യണം? என்ன சப்ஜெக்ட்ஸ் பண்றீங்க நீங்க? Coach, only one thing, like you should have been hearing most of the situations. തമിഴ് സംസാരിക്കാൻ വേണ്ട പ്ലീസ് അണ്ണാ, തമിഴ് സംസാരിക്കണം പ്ലീസ് അണ്ണാ, പ്ലീസ് അണ്ണാ. തമിഴ് എനിക്ക് അണ്ണാ തമിഴ് എനിക്ക് കേൾക്കണം. நீங்க வந்து இந்த சிட்டியில ஏதாவது அடி பொட்டிச்சிருந்தா நீங்க சிட்டியில் இருக்கணும். അണ്ണാ മലയാളം മതി അണ്ണാ, മലയാളം മതി അണ്ണാ, മലയാളം മതി അണ്ണാ. ഇംഗ്ലീഷ് പ്ലീസ് അണ്ണാ, മലയാളം മതി അണ്ണാ. എല്ലാത്തിനും പേര് ജോസഫ് പറഞ്ഞേക്കാം. അപ്പൊ അയ്യോ സാറേ, എന്റെ പേര് ജോസഫ്. RP ചെയ്യാൻ വേണ്ടിട്ട് നിർബന്ധിക്കത്തില്ല, വരാൻ പറയൂല. ബട്ട് ഒരു PvP സിറ്റുവേഷൻ വരുമ്പം നമുക്കിവിടെ മാക്സിമം ആൾക്കാർ വേണം. സോ അതില് ഇരിക്കുണ്ടോ? അത് ഇപ്പൊ കോച്ച്, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം, കോച്ച് വേറെ സ്ഥലങ്ങളിൽ നിൽക്കുന്ന സമയത്തായിരിക്കും അല്ലെങ്കിൽ വേറെ ലോകത്ത് നിൽക്കുമ്പോഴായിരിക്കും ഇവിടെ സിറ്റിയിലെ സിറ്റുവേഷൻ വരുന്നത്. അപ്പൊ അതില് എപ്പോഴും ഒരു പ്രയോറിറ്റി കൊടുക്കണം. ഓക്കെ, ദാറ്റ്സ് വാട്ട് വി ആർ എക്സ്പെക്ടിങ് ഫ്രം ഓൾ ദ ന്യൂ മെമ്പേഴ്സ് ടു. കോച്ചിനോട് മാത്രമല്ല ഞാൻ പറയണേ, ബാക്കിയുള്ളവരുടെ അടുത്തും അതാണ് പറയണത്.
കാരണം ഇപ്പൊ നമുക്ക് കൗണ്ട് ആണ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതായത് നമ്മുടെ പ്ലെയർ കൗണ്ട് കൂട്ടുക എന്നുള്ളൊരു കാര്യം മെയിൻലി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും PvP റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. സിറ്റുവേഷൻസ് ട്രിഗർ ആയാലും ഇനി തൊട്ട് ഏത് സമയത്താണെങ്കിലും സിറ്റിയിൽ കയറാൻ പറ്റുന്നതൊക്കെ ചേരണം. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. അപ്പൊ എല്ലാവർക്കും ഓൾ ഫോർ വെൽക്കം ടു TVA. താങ്ക് യു ഗായ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും പരിചയപ്പെടുക, എല്ലാവരോടും ഇന്ററാക്ട് ചെയ്യുക. എടാ എല്ലാവരുടെ അടുത്തും കേട്ടാ ഗോഗു ഇവന് എന്ത് വിളിക്കണം, മെസ്ബോയ് ഗോഗു എന്ന് വിളിച്ചാൽ ശരിയാവില്ല. ഗോഗു വേണ്ട, മെസ്ബോയ് എന്ന് വിളിക്കാം. ഗോഗു എന്ന് വിളിക്കുമ്പോ ഗോഗു ഓൾറെഡി നമ്മുടെ ഗോഗുവിനെ വിളിച്ച് അങ്ങനെയാണ് മെസ്ബോയ് എന്ന് വിളിക്കാന്. അപ്പൊ എടാ എല്ലാരോടും ജൂടെ എല്ലായിടത്തും അപ്പുക്കുട്ട എല്ലായിടത്തും ഇന്ററാക്റ്റീവ് ആയി സംസാരിക്കുക വേണം കേട്ടാ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഒന്ന് വന്നേ അപ്പൊ അണ്ണൻ കണ്ണു വേണമല്ലോ. എടാ ഇവന്റെ മുടി